മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വനവാസത്തിന് വാനപ്രസ്ഥത്തിന് പോകുന്ന ശ്രീരാമനും സീതയും ലക്ഷ്മണനും അയോധ്യയിൽ നിന്ന് വളരെ അകലെയുള്ള സ്ഥലത്തെത്തിയിരുന്നു. അവിടെ എത്തി ഇനി യാത്ര തുടരണമോ അല്ല അവിടെ കുറച്ച് ദിവസം തങ്ങണമോ എന്നെല്ലാം രാമനും ലക്ഷ്മണനും കൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആരവം കേൾക്കുന്നു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. കുറച്ച് സൈന്യവും കുറേ ആൾക്കാരും ദൂരെ നിന്ന് വരുന്നു. അപ്പൊ രാമൻ ലക്ഷ്മണനോട് ചോദിച്ചു, എന്താ ലക്ഷ്മണ അനുജ ശബ്ദം കേൾക്കുന്നത്? ലക്ഷ്മണൻ ഒരു മരത്തിന്റെ മുകളിലോ കുന്നിന്റെ മുകളിലോ നിന്ന് ദൂരേക്ക് നോക്കിയപ്പോ കുറേ ആൾക്കാരിങ്ങനെ വരുന്നു. ലക്ഷ്മണൻ ഉടനെ വന്ന് രാമനോട് പറഞ്ഞു, ഭരതനാണ് വരുന്നത് എന്ന് തോന്നുന്നു, കൂട്ടത്തിൽ സൈന്യങ്ങളുണ്ട്, പിന്നെ കുറേ ആൾക്കാരുണ്ട്, എനിക്ക് തോന്നുന്നു നമ്മളെ ഇവിടെ വെച്ച് വധിച്ച് ഭരതന് ആയുഷ്കാലം കോസല രാജ്യത്തിൻ്റെ രാജാവായിട്ടിരിക്കാൻ അവസരമുണ്ടാക്കാനായിരിക്കും വരുന്നത്. നമ്മൾ 3 പേര് മാത്രമല്ലേ ഉള്ളൂ, സൈന്യങ്ങളില്ലല്ലോ. നമുക്ക് സെൽഫ് പ്രൊട്ടക്ഷനും ആത്മരക്ഷയ്ക്ക് പോലും വേറെ ഒരു വഴിയില്ലാത്ത സ്ഥിതിക്ക് നമ്മളെ വധിക്കാൻ വളരെ എളുപ്പമാണ്, ആരും തിരിച്ചറിയുകയുമില്ല. അങ്ങനെ അനുജനായ ഭരതന് എത്ര കാലം വേണമെങ്കിലും രാജ്യഭാരം നടത്താം എന്ന ധാരണയിലായിരിക്കും വരുന്നത് എന്ന് ലക്ഷ്മണൻ ഇങ്ങനെ നിരന്തരം രാമനോട് പറഞ്ഞുകൊണ്ടിരുന്നു. രാമൻ ഉടനെ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, ഭരതൻ അങ്ങനെയുള്ള ആളല്ല, ഭരതൻ ഒരു ഭീരുവല്ല. മുൻവിധിയോടുകൂടി ഭരതന്റെ വരവിനെ വിലയിരുത്തരുത്. ഭരതന്റെ കൂടെ ആരൊക്കെയാണ് ഉള്ളതെന്ന് ദൂരെ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. അവരടുത്ത് വരട്ടെ, അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് മുൻവിധിയോടുകൂടി അവരങ്ങനെയുള്ളവരാണ്, നമ്മളെ വധിക്കാൻ വേണ്ടി വന്നവരാണ്, നശിപ്പിക്കാൻ വേണ്ടി വന്നവരാണ് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട. ഇത് ലക്ഷ്മണന് വിശ്വാസമായില്ല. എങ്കിലും ലക്ഷ്മണൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അവസാനം ഭരതൻ വന്നു. ഭരതന്റെ കൂട്ടത്തില് ഭരതന്റെ അമ്മയും അതുപോലെ തന്നെ പ്രജകളും സൈന്യാധിപന്മാരും വസിഷ്ഠ മഹർഷിയും എല്ലാം ഉണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ വെച്ച് ഭരതൻ രാമനോടും ലക്ഷ്മണനോടും സീതയോടുമായിട്ട് പറഞ്ഞു, ഇത് എൻ്റെ അമ്മയുടെ തന്നെ തലയിൽ ഉദിച്ച നികൃഷ്ടവും നീചവും നിന്ദ്യവുമായ കാര്യമാണ്. ഇതിൻ്റെ പുറകിൽ ഞാനില്ല, എനിക്ക് അറിഞ്ഞും കൂടാ. ഞാൻ ഒരിക്കലും രാജ്യഭാരം ഏറ്റെടുക്കാൻ വേണ്ടി വന്നതുമല്ല, ഞാൻ രാജ്യഭാരം ഏറ്റെടുക്കുകയുമില്ല. ഇത് അങ്ങയുടെയും ലക്ഷ്മണന്റെയും സീതയുടെയും മുമ്പിൽ എനിക്ക് ബോധ്യപ്പെടുത്തണം. മാത്രമല്ല സർവ്വസൈന്യാധിപന്മാരുടെ മുമ്പിൽ എനിക്ക് ബോധ്യപ്പെടുത്തണം, ഞാൻ അട്ടിമറിയിലൂടെ ഒരു രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിച്ചവനാണെന്ന് അവർക്ക് തോന്നരുത്. വസിഷ്ഠ മഹർഷി രാജഗുരുവിൻ്റെ മുമ്പിൽ എനിക്ക് ബോധ്യപ്പെടുത്തണം, ഇതിൻ്റെ പുറകിൽ ഞാനില്ല. കൈകേയി മാതാവിനെ കൊണ്ട് പറയിപ്പിക്കണം, അവരുടെ തന്നെ തലയിൽ ഉദിച്ച ഏറ്റവും നീചമായിട്ടുള്ള ഒരു കാര്യമാണിത്, ഇതിൻ്റെ പുറകിൽ വേറെ ആരും ഇല്ല എന്ന്. പ്രജകളെ ബോധ്യപ്പെടുത്തണം, ഞാനല്ല ഈ നടന്നതിനെല്ലാം ഉത്തരവാദിത്വം എന്ന്. അതിനുവേണ്ടിയാണ് അവരെയും കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. നിങ്ങൾ തിരിച്ചു വന്ന് രാജ്യഭാരം ഏറ്റെടുക്കണം എന്ന് രാമനോട് ഭരതൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ലക്ഷ്മണന് മനസ്സിലായി, താൻ വികാരത്തിൻ്റെ പുറത്ത് വിചാരമില്ലാതെ കുറേ കമന്റുകൾ പറഞ്ഞത് ശരിയായിരുന്നില്ല എന്ന്. നമുക്ക് രാമായണം ഇവിടെ നിർത്താം, എന്നിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മളും പലപ്പോഴും, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും 90% കാര്യങ്ങളും മുൻവിധിയോടുകൂടിയാണ് വിലയിരുത്താറുള്ളത്. ഈ മുൻവിധിയോടുകൂടി വിലയിരുത്തുമ്പോൾ പലപ്പോഴും എന്താ പറ്റുകയെന്ന് വെച്ചാൽ, വേണ്ടാത്ത കാര്യത്തെക്കുറിച്ച് വേണ്ടാത്ത ഭയം, വേണ്ടാത്ത രീതിയിലുള്ള ദേഷ്യം, വേണ്ടാത്ത രീതിയിലുള്ള വാശി, പിന്നെ വികാരം, ഇതെല്ലാം നമ്മളെ കീഴ്പ്പെടുത്തും. ശരിക്ക് വസ്തുതകൾ എന്താണെന്ന് മുഴുവൻ അറിഞ്ഞതിന് ശേഷം പ്രതികരിക്കാമെന്ന് വിചാരിച്ച്
അതറിയുന്നത് വരെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് വലുതായിട്ട് ചിന്തിക്കാതെ മാറ്റി നിർത്താം. ചെറിയ ചെറിയ കാര്യങ്ങളെ ഇഗ്നോർ ചെയ്യുക, വിഷയം മാറ്റിക്കൊണ്ടേയിരിക്കാം. വേണ്ടാത്ത കാര്യങ്ങൾക്ക് നമ്മുടെ ഊർജവും സമയവും നഷ്ടപ്പെടുത്താതിരിക്കുക. കേൾക്കാൻ ആളുണ്ടെങ്കിലേ പറയാൻ ആളുണ്ടാവുള്ളൂ എന്നുള്ളത് മറക്കാതിരിക്കുക. കേൾക്കാൻ ആളായിട്ട് നിന്നു കൊടുക്കാതിരിക്കുക. ആവശ്യമില്ലാത്ത വ്യക്തികളുടെ മുമ്പിൽ നമ്മളുടെ ചിന്തകളുടെ കെട്ടഴിച്ച് അവർക്ക് നമ്മളുടെ അടുത്ത് വരുന്നത് ഒരു ഭാരമായി തീർക്കാതിരിക്കുക. ഈ ലോകത്തിൽ കുറേ ചെറിയ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു 3 മാസം മുമ്പ് തിരുവനന്തപുരത്തെ പത്രത്തിൽ മുഴുവനും പട്ടികളെ കുറിച്ചായിരുന്നു. അതിനു മുമ്പില് ജിഷ വധത്തെക്കുറിച്ചായിരുന്നു. അതിനു മുമ്പ് സരിതയെക്കുറിച്ചായിരുന്നു. അതിനു മുമ്പ് വേറൊരു സ്ത്രീയെ, എനിക്ക് കറക്റ്റ് പേര് ഓർമ്മ വരണില്ല, ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട അയാളെ കുറിച്ചായിരുന്നു, ചാമിയാരെ കുറിച്ചിട്ടായിരുന്നു. അതിനു മുമ്പ് ജയരാജിൻ്റെ ബാക്കി മന്ത്രിമാരുടെ ബന്ധുക്കളെ അപ്പോയിന്റ് ചെയ്തതിനെ കുറിച്ചായിരുന്നു. അതിനു മുമ്പ് കുറേ കാലം അച്യുതാനന്ദനെ കുറിച്ചായിരുന്നു. ഈ അടുത്ത കാലം വരെ ഡിമോണിറ്റ് 500-ന്റെയും 1000-ന്റെയും നോട്ട് പിൻവലിച്ചതിനെ കുറിച്ച് മാത്രമായിരുന്നു. ഇപ്പോ അതെല്ലാം പോയി, ആരും വരില്ല. അതിന് ലാസ്റ്റ് പാർട്ടായപ്പോഴത്തേക്കും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളെ കുറിച്ചായിരുന്നു. എന്തെല്ലാം ഇവിടെ വന്നു. എന്നിട്ട് അവസാനം എന്തായി? ഒന്നുമായില്ല. അതിനെക്കുറിച്ച് വികാരം പ്രകടിപ്പിച്ചവരും കിടന്ന് തുള്ളിച്ചാടിയവരും ചാടിയത് മാത്രമായി. തീരുമാനമെടുക്കേണ്ടവർ ഭംഗിയായിട്ട് തീരുമാനമെടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് രാഷ്ട്രത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, മാറി നിൽക്കാം. നമ്മുടെ വ്യക്തിപരവും കുടുംബപരവുമായിട്ടുള്ള ജീവിതത്തിൽ ഈ മുൻവിധിയോടുകൂടി കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തിയിട്ട് മുമ്പോട്ട് പോവുകയും ചെറിയ 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 കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് ധരിച്ച് അതിനെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്തത് കേൾക്കാതിരുന്നു എന്ന് വിചാരിക്കുക, ആവശ്യമില്ലാത്തത് കാണാതിരുന്നു എന്ന് വിചാരിക്കുക, ആവശ്യമില്ലാത്തത് ചർച്ച ചെയ്യാതിരുന്നു എന്ന് വിചാരിക്കുക, ആവശ്യമില്ലാത്തത് ചിന്തിച്ചില്ല എന്നും വിചാരിക്കുക. അഥവാ ചിന്തിച്ചാലും 1, 2, 3 സെക്കൻഡ് ചിന്തിച്ചു, അത് മാറി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന രീതിയിൽ മുമ്പോട്ട് പോയി എന്ന് വിചാരിക്കുക. നമ്മൾ സെർച്ചിങ് ഫോർ ദ ബ്ലാക്ക് ക്യാറ്റ് വിച്ച് ഈസ് നോട്ട് ദർ ഇൻ ദ ഡാർക്ക് റൂം, ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടുമുറിയിൽ തപ്പിക്കൊണ്ട് എന്തൊക്കെയോ ആണെന്ന് നമ്മൾ ധരിക്കുന്നു. എന്തൊക്കെയോ ഉണ്ടെന്ന് ധരിച്ചുകൊണ്ടാണ് നമ്മൾ ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടുമുറിയിൽ തപ്പുക. എന്നിട്ട് ഒന്നുമില്ലാത്ത രീതിയിൽ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരിക. എന്തൊരു ടെൻഷനായിരുന്നു 2, 3, 4 ദിവസം എന്ന് വിചാരിക്കാം. ഇത് എനിക്കും നമുക്കെല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങളോടല്ല പറയുന്നത്, നമ്മളോട് തന്നെ പറയുന്നതാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുണ്ടെങ്കിൽ സംഭവിക്കും, അത് അപ്പം കാണാം. അല്ലെങ്കിൽ സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ 2 കാര്യം, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പരിധിക്കപ്പുറം ഊർജവും സമയവും കളയുന്നത് ഒഴിവാക്കുക. ആവശ്യമില്ലാത്ത കമന്റുകൾ പറയുന്നത് നിർത്തുക. വേണ്ടാത്ത കാര്യത്തിന് നിർദ്ദേശം കൊടുക്കുന്നത് ഒഴിവാക്കുക. വേണ്ടാത്ത കാര്യത്തിന് നിർദ്ദേശം കൊടുക്കുന്നത് ഒഴിവാക്കുക. നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കും കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാം. നമ്മൾ പറയുന്നത് അനുസരിച്ച് വേണം അവർ ജീവിക്കാൻ എന്ന ധാർഷ്ട്യം പൂർണ്ണമായിട്ട് മാറ്റാം. നമ്മൾ പറയാനുള്ളത് പറയുന്നു, അവർ പറയാനുള്ളത് പറയുന്നു, എന്നിട്ട് ഏത് ശരിയോ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അല്ലെങ്കിൽ അടുക്കള കാര്യങ്ങൾക്ക് ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ആരോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് വ്യക്തിപരമായ കാര്യമാണെങ്കിലും കുടുംബപരമായാണെങ്കിലും സമൂഹപരമായിട്ടുള്ളാണെങ്കിലും മറ്റൊരുവനോട് ചോദിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് തെറ്റുവരാനുള്ള സാധ്യത വളരെ കുറയും. 2, എല്ലാവരുടെയും സഹകരണം ഉണ്ടാവും. ഇപ്പോൾ വീട്ടിനകത്തെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭാര്യയോട് കൂടി പറഞ്ഞിട്ട് ചെയ്യാം, ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട് കൂടി ചോദിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ആ കാര്യത്തിൽ ഒരുമിച്ചൊരു തീരുമാനം എടുക്കാം. ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല, സഹകരണമാണ്. സംഗച്ഛദ്വം സംവദദ്വം സംവോമനാംസി ജാനത. ഒരുമിച്ച് മുമ്പോട്ട് പോവാം, ഉള്ളു തുറന്ന് സംസാരിക്കാം. അത് പരസ്പരം അറിഞ്ഞുകൊണ്ട് നിൽക്കാം. എത്രയാ ടെൻഷൻ കുറവറിയോ.
ഞാൻ പറയുന്നത്, ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ നിർദ്ദേശിക്കുന്നത് മാത്രം ശരി എന്ന ധാരണ മാറ്റിയിട്ട് എവിടെയൊക്കെ ശരിയുണ്ടോ അതൊക്കെ നമ്മളുടെയും കൂടിയാണെന്നുള്ള രീതിയിൽ കാഷ്വലി കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ മാറും. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ പലതും ആരംഭിക്കുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ്. അത് അവസാനിക്കേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. മറ്റുള്ളവർ സാക്ഷിഭാവത്തിന് നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ എളുപ്പത്തിന് മറ്റുള്ളവരുടെ തലയിൽ ഇതെല്ലാം വെക്കുന്നു. അത് നമ്മുടെ കുഴപ്പമാണ് എന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കട്ടെ. പ്രണാമം. നമസ്കാരം.